നമസ്കാരം, റിയൽ ന്യൂസ്. പ്രതിഭ ഹൈബ്രിഡ് സ്റ്റഡി സെന്റർ ബാലുശ്ശേരി, കോക്കല്ലൂർ ബ്രാഞ്ചുകളിൽ നിന്നും 2026 വർഷത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ VK സുരേഷ് ബാബു ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി. ഉപഹാര വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മംഗൾദാസ് ത്രിവേണി ഉദ്ഘാടനം ചെയ്തു. USS NMMS നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. പ്രതിഭ ഹൈബ്രിഡ് സ്റ്റഡി സെന്റർ ബാലുശ്ശേരി, കോക്കല്ലൂർ ബ്രാഞ്ചുകളിലും 2026 വർഷത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ VK സുരേഷ് ബാബു ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി. ബോംബെയിൽ പോയി 10 കഴിഞ്ഞ് +1 ചേരുമ്പോൾ 10 പോയി, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുമ്പോൾ +2 പോയി. എന്ത് പൊട്ടത്തരാണ് ഇത്? നിങ്ങൾക്ക് തന്നോ മാഷൊക്കെ തിരിച്ചു കൊടുത്തിട്ട് പോരാനാണോ ഈ നല്ലൊരു പ്രായത്തിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഈ 4 ചുവരിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്? നിങ്ങളുടെ നല്ല സമയം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തന്നോ മാഷൊക്കെ കൊടുത്തിട്ട് പോരാനാണോ? ഈ വിഡ്ഢിത്വം ഇനി ആവർത്തിക്കരുത്. തന്നത് തിരിച്ചു കൊടുക്കാനല്ല, അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കണം. ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ മനുഷ്യരല്ല. അതാണ് നവങ്ങളായ ഉന്മേഷം ഓരോ ദിവസവും നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാനോ ആസ്വദിക്കാനോ ശേഖരിക്കാനോ കഴിയണം. അതിനെന്ത് വേണം? പ്രജ്ഞ വേണം. എന്താ പ്രജ്ഞ? പ്രകർഷേണയുള്ള ജ്ഞാനമാണ് പ്രജ്ഞ. അതിനാണ് A+ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. പ്രജ്ഞക്കാണ് A+ എന്ന് പറഞ്ഞ പ്ലസ് എന്ന ചിഹ്നം ഇല്ലേ? എന്താ പ്ലസ്? വികാസമാണ്. പക്ഷിമൃഗാദികൾക്കൊന്നും വികാസമില്ല. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് 20 ലക്ഷം വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിൽ ഉണ്ടായതിന്റെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. ആ ആനകൾ 20 ലക്ഷം വർഷം മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആനകൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേപോലെ തന്നെയാണ് 2026 ജീവിക്കുന്നത്. ഒരു പ്ലസും ഇല്ല. ഉപഹാര വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മംഗൾദാസ് ത്രിവേണി നിർവഹിച്ചു. നാടിന്റെ അഭിമാനമാണ്. നിങ്ങളെ മാത്രം അഭിമാനമായിട്ടല്ല നമ്മൾ കാണുന്നത്. നാടിന്റെ അഭിമാനമാണ്, പഞ്ചായത്തിന്റെ അഭിമാനമാണ്. ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത്തരം ഒരു കോളേജ് ഇവിടെ പ്രവർത്തിച്ചു. ഇത്രയും കുട്ടികളെ A+ലേക്കൊക്കെ എത്തിക്കാൻ സാധിച്ചു എന്നാൽ അവരുടെ ചിട്ടയായ പരിശീലനം തന്നെയാണ്. പ്രതിഭ കോളേജിനെ പറ്റി എനിക്ക് ആദ്യ കാലത്ത് തന്നെ അറിയാം. ചെറിയ രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ നല്ല ടീച്ചേഴ്സ്, അതുപോലെ അടുക്കും ചിട്ട, അത് തന്നെയാണ് ഈ പ്രതിഭ കോളേജിന്റെ ഒരു പ്രത്യേകത. USS NMMS നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ഡയറക്ടർ CM വിജയൻ മാസ്റ്റർ അധ്യക്ഷനായി. ബാലുശ്ശേരി ഹൈസ്കൂളിൽ ഫുൾ+ നേടിയ 33 പേരിൽ 18 പേർക്കും, കോക്കല്ലൂർ ഹൈസ്കൂളിൽ നിന്ന് ഫുൾ+ നേടിയ 44 പേരിൽ 20 പേരും, വാഗയാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുൾ+ നേടിയ 17 പേരിൽ 12 പേരും, ബാലുശ്ശേരി ബോയ്സ് സ്കൂളിലെ ഫുൾ+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളും ഈ സ്ഥാപനത്തിലെ കുട്ടികളാണ് എന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. തീർന്നില്ല, മലയാളം മീഡിയം ക്ലാസുകളിൽ ബാലുശ്ശേരി ഗേൾസ് ഹൈസ്കൂളിൽ മലയാളം മീഡിയം വിഭാഗത്തിൽ ഫുൾ+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളും ഈ സ്ഥാപനത്തിലെ കുട്ടികളാണ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് മാത്രം കടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള ഈ വർഷത്തെ റിസൾട്ടുകൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ മലയാളം മീഡിയം കുട്ടികൾക്ക് ഫുൾ+ന്റെ എണ്ണത്തിൽ വളരെ കുറവാണ്. 85 ഫുൾ+ നേടിയ നടുവണ്ണൂർ ഗവൺമെന്റ് സ്കൂളിൽ മലയാളം മീഡിയത്തിൽ ഫുൾ+ നേടിയ കുട്ടികൾ വളരെ കുറവാണ്, 10 താഴെയാണ്. CK സജിൽ മാസ്റ്റർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൺമുഖൻ പാലാഞ്ചേരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അതുല്യ മംഗലശ്ശേരി, വാർഡ് മെമ്പർമാരായ റീജ കണ്ടോത്തുകുഴി, ബീന കാട്ടുപറമ്പത്ത്, സുമ വെള്ളച്ചാലൻ കണ്ടിയിൽ, ബാലുശ്ശേരി ബ്രാഞ്ച് പ്രിൻസിപ്പൽ TK മനോജ് മാസ്റ്റർ, കോക്കല്ലൂർ പ്രിൻസിപ്പൽ രവി മങ്ങാട്, വൈസ് പ്രിൻസിപ്പൽ ആതിര VM, ഡയറക്ടർ സ്മിത SA, രവി കുട്ടമ്പൂർ, വിജിഷ സയൻസ് സെൻറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരായ അനിഷ, സോണിയ, ഭരതൻ, സിജില, ആരുഷ്, PK ആതിര, റിനു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.